ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ചീര കൊണ്ട് തനി നാടൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത് ചുമന്ന ചീരയും പരിപ്പും കൂടിയിട്ടുള്ള കൂട്ടാനാണ്. നല്ല സ്വാദാണ് ഈ കറിക്ക്. വേഗം ഉണ്ടാക്കാൻ ചെയ്യാം. നല്ല ഫ്രഷ് ചീരയാണ്. ഏകദേശം ഒരു 350-400 ഗ്രാം ഉണ്ടാവും. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. പ്രധാനമായിട്ടും വേണ്ടത് ഇതൊക്കെയാണ്. തോരപ്പരിപ്പ് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്, 1 കപ്പ്. ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തന്നെയാണ് എടുത്തേക്കണേ. ചെറിയ ഉള്ളിയാണ്. പിന്നെ 1 മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചു. ഇനി ചീര നുറുക്കണ സമയം കൊണ്ട് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. കുക്കറിൽ 3 സ്റ്റീം വരുന്ന വരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ ഇലയാണ് ഈ ചീരയുടെ. മൂത്ത തണ്ടാണെങ്കിൽ പുറത്തെ തൊലി കളയണം. ഇല മാത്രം ആദ്യം എടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുമ്പോൾ കേടുള്ള ഇല ഉണ്ടെങ്കിൽ കളയുകയും ചെയ്യാം. ആദ്യം കട്ടിയുള്ള തണ്ടിൻ്റെ തൊലി കളയാം. അരി വന്ന ഭാഗവും നമുക്ക് മാറ്റിക്കളയാം. ഇനി ഈ തണ്ട് നുറുക്കിയെടുക്കാം. ചെറുതായിട്ട് നുറുക്കാം. ഇനി ഇല ഇതുപോലെ നുറുക്കിയെടുക്കാം. ഇപ്പോൾ കുറേ ഇലയുണ്ടെങ്കിലും ഒരു ആവി കയറിയ ചുരുങ്ങും. അങ്ങനെ ചീര മുഴുവൻ നുറുക്കി കഴിഞ്ഞു. പരിപ്പ് കുക്കറിൽ വേവിച്ചതാണിത്. വല്ലാണ്ട് ഉടഞ്ഞ പോലെ ആയിട്ടില്ല. ഇത് മാറ്റി വയ്ക്കാം. നാളികേരം ചെറുകിയത് 1 കപ്പ് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം. 1 ടീസ്പൂൺ ജീരകം. ഇനി അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാണ്ട് നല്ല മയത്തിൽ വേണം അരയ്ക്കാൻ. പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി 1 ടീസ്പൂൺ കടുക്. ഒന്ന് പൊട്ടി വരട്ടെ. ഉള്ളി നുറുക്കിയിട്ട് വഴറ്റാം. 2-3 ഉള്ളി ഇട്ടിട്ടും കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ഉള്ളിയാകുമ്പോൾ കൂടുതൽ സ്വാദാണ്. അതാണ് നമ്മൾ 1 കപ്പ് ഉള്ളി തന്നെ എടുത്തേക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഇളക്കാം. ഇനി ചീര ഇടാം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒതുങ്ങി വന്നോളും. എല്ലാം മിക്സ് ചെയ്യാം. ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഈ കൂട്ടാനിൽ ശരിക്കും വെളുത്തുള്ളിയുടെ ഫ്ലേവർ അല്ല, ഇങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തെ സ്വാദാണ് നല്ലത്. ഇപ്പോൾ ചീര ഒതുങ്ങി കിട്ടി, വെന്തു. കുറേ നേരം വെന്താലും ഗുണം കുറയും. അതുപോലെ ഇലക്കറികളിൽ ഉപ്പ് ഏറ്റവും അവസാനം ചേർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പോഷക ഗുണം കുറയുമെന്ന് പറയും. ഇനി വേവിച്ച പരിപ്പ് ചേർക്കാം. നമുക്ക് ഒന്ന് യോജിപ്പിക്കാം. വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അവസാനം നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് മുളക് പൊടിയും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഒന്ന് തിളവന്ന് ഓഫ് ചെയ്താൽ കൂട്ടാൻ റെഡിയാവും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും പറ്റും. പരിപ്പ് ഉടച്ച് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കുഴയാണ്ട് കിടക്കുന്നത് നല്ലതാണ്. നാളികേരം അരച്ച് ചേർക്കാൻ. ഗ്രേവി വേണ്ടതിനനുസരിച്ച് തിളച്ച വെള്ളം ചേർക്കാം. 1.5 ഗ്ലാസ് വെള്ളം പാകവും. ഇനി ഒരു തിള വരുമ്പോൾ ഉപ്പിടാം. ഇലക്കറികളിൽ പൊതുവെ വേഗം ഉപ്പ് കൂടും. അതുകൊണ്ട് പാകത്തിനിട്ടിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർക്കാം. നാളികേരം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം തിളയ്ക്കേണ്ട. ചോറിൻ്റെ കൂടെ ഈ കൂട്ടാനും പപ്പടവും കട്ടത്തൈരുമാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. തിളച്ചു. ഇനി ഓഫ് ചെയ്യാം. നല്ല സ്വാദുള്ള ഒരുപാട് ഗുണങ്ങളുള്ള നാടൻ ചീരക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.